2025 എടുക്കുമ്പോൾ തുടക്കം മുതൽ ഹിറ്റ് സിനിമകളിലേക്ക് വന്നു. ആളുകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമയിലേക്ക് വരുന്നു. ഒരു കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. പിന്നീടൊന്നും ഇരുന്നു പോയി, വീണ്ടും അത് തിരിച്ച് 2005 ഇറങ്ങുമ്പോൾ തന്നെ ഹിറ്റ് പടത്തോടുകൂടി മുക്കാപ്പടം ഉൾപ്പെടെ അങ്ങ് വന്നോളാം. രേഖാചിത്രം ഉൾപ്പെടെ ആസിഫിന്റെ പടം, അങ്ങനെ ഒരേ നിർത്തുമെങ്കിലും ഇപ്പോൾ ഇറങ്ങിയ ഒരു ജാതി ജാതകമാണെങ്കിലും പൊന്മാനാണെങ്കിലും എല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥകളായി മാറി, സിനിമകളായി. അതാണ് ഒരു സിനിമയുടെ ഒരു വിജയമാണ്. ഈ സിനിമ സബ്ജക്റ്റ് കയറ്റിയത് ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ സബ്ജക്റ്റ് കയറ്റിയപ്പോൾ അർജുൻ അശോകൻ എന്നൊരു വ്യക്തിക്ക് ഈ സിനിമ ഞാൻ ചെയ്തേക്കാം എന്ന് തോന്നാനുള്ള ഒരു എന്തായിരിക്കും, ഞാൻ ചെയ്യാം ഈ സിനിമ? ഫസ്റ്റ് ADJ വിളിച്ചത്, പിന്നെ ഫസ്റ്റ് കാരണം ADJ തന്നെയാണ്. കാരണം ജോക്ക് കണ്ടതിന് ശേഷം എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് പടങ്ങൾ സൂപ്പർ ശരണ്യ, കുറച്ചും കൂടി സാധാരണക്കാർക്ക് കണക്ട് ചെയ്യുന്ന പടവും, പിന്നെ അതിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടാവും. അപ്പം അതെനിക്ക് കഥ കേട്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഈ സ്റ്റോറി സിനിമയായിട്ട് തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ തിയേറ്ററിൽ പോയി കാണാമെന്നുള്ളൊരു ആകാംക്ഷ എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ വൈസിൽ ഒരു പീക്കിൽ നിന്ന് അപ്പുറത്തെ പീക്കിലേക്ക് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അതൊക്കെ മൊത്തം നോക്കുമ്പോൾ പിന്നെ കോട്ടൊക്കെ ഇട്ട ഡാൻസ്, ആദ്യം സൂട്ടും കോട്ടിട്ടൊരു പടം, ഫൈറ്റ് ഡാൻസിലൊക്കെ സൂട്ടും കൂട്ടാണ്, മിക്കവാറും സൂട്ടും കൂട്ടാണ്. അത് ഇതിന്റെ ഒരു കളർ മാറ്റം പിടിച്ചേക്കണമല്ലോ എല്ലാവർക്കും. അതിൽ കാരണമുണ്ട് പടത്തിൽ, അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയേ വേണ്ട, പറയുന്നില്ല. 14-ാം തീയതി ഞാൻ സിനിമ കണ്ടിട്ട് പറഞ്ഞു അതിന്റെ കാരണം ഞാൻ അന്ന് പറയും.